ഹലോ മക്കളെ, ഞാൻ മിസ് ഹിയർ. അപ്പം നമുക്ക് ബേസിക് സയൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ ബേസിക് സയൻസ് നമുക്ക് അടിപൊളിയായിട്ട് വേഗം തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡി അല്ലേ നിങ്ങൾ? അതായത് നമുക്കറിയാം ഓണം എക്സാമിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 1, 2, 3 അല്ലേ, 3 എന്നുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു. ക്രിസ്മസ് എക്സാമിന് നമ്മൾ എന്താ 4, 5, 6 അല്ലേ. ഓക്കെ, ഇനി നമ്മൾക്ക് ആനുവൽ എക്സാമിന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 6, 7, 8 ആണ് അല്ലേ. 6, 7, 8 ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 6ാമത്തെ ചാപ്റ്റർ നമ്മളൊരു ഒരാഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ച കൊണ്ട് പഠിച്ചായിരിക്കും. ഓക്കെ, അതൊന്നും ഇവിടെ വിഷയമല്ല. മിസ്സ് അത് നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തരാൻ പോവാണ്. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് പഠിക്കേണ്ടത്? ഇതല്ലേ നമ്മളെല്ലാവർക്കും ഇഷ്ടം. നമുക്ക് പെട്ടെന്ന് പഠിക്കണം അല്ലേ, നമുക്ക് അധികം എഫേർട്ടൊന്നും ഇടാതെ നമുക്ക് പെട്ടെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കമൻറ്റ് ബോക്സിന് താഴെ മിസ്സിൻ്റെ പേര് എഴുതുക. എന്താ പേര്? അവന്യ എന്നാണ് നെയിം അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അവൻ്റെ മിസ്സിനോട് ഒരു തംസ് അപ്പ് തന്നാൽ മതി. അപ്പം മിസ് 6, 7, 8 നമ്മൾ ബേസിക് സയൻസിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ 10 മിനിറ്റിൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കും. റെഡി? അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ക്ലാസ് 5 റാപ്പിഡ് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നമുക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, ഇത് 3 നമുക്ക് കിട്ടണം അല്ലേ. അതിവിടെ അവൈലബിൾ ആണ് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും ലൈവ് ഉണ്ടാകും. മോഡൽ എക്സാം എങ്ങനെയാണോ ആനുവൽ എക്സാം നടക്കുക, അതുപോലത്തെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവും. കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെൻറ്റർ, നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ, നിങ്ങളുടെ അമ്മേനെ പോലെ, നിങ്ങളുടെ ചേച്ചിനെ പോലെ, നിങ്ങളുടെ ടീച്ചറെ പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെൻറ്റർ ഉണ്ടാകും. ഇത്രയും നമ്മളെന്താണ് എജുപോർട്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. എജുപോർട്ട് ഇത്രയും തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബാച്ചിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പർ കാണുന്നുണ്ടോ, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്താ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്ററോടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് ഊർജ്ജം അല്ലെങ്കിൽ എന്താണ് എനർജി. അതെ, നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അല്ലേ, അതായത് ഒരു വർക്ക് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നുണ്ടാവുക. മിസ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഒരുത്തരും അത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സ്പീഡ് കുറക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, കുറച്ചോളാം. അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൂട്ടാം. അതുപോലെ തന്നെ മിസ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവാണ്. നോട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഈ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും? വാട്സപ്പ് ചാനലിൽ കിട്ടും. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മാത്രം മതി, എല്ലാ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. നോട്ട്സ് നിർബന്ധമാണ്. വൈവ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത്, തിയറി എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. നോട്ട്സ് നിർബന്ധമാണ്. വാട്സപ്പ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഊർജ്ജം? നമുക്ക് എന്താണ് ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി അല്ലേ. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറേ തരത്തിൽ ഊർജ്ജം അല്ലെങ്കിൽ കുറേ തരത്തിൽ ഊർജ്ജങ്ങൾ നമുക്കറിയാം അല്ലേ. നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്താണ് നമ്മൾ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഫ്യൂവൽ എന്ന് നമ്മളോട് ചോദിക്കും. ഇപ്പം ഈ ഒരു അടുപ്പ് കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനമേതാ? വിറകാണ് അല്ലേ. മണ്ണെണ്ണ സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേതാ? മണ്ണെണ്ണയാണ് അല്ലേ. ഇപ്പം വണ്ടി ഓടാൻ ഉപയോഗിക്കുന്ന ഇന്ധനമേതാ? പെട്രോൾ അഥവാ ഡീസലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയുള്ള യൂസ് കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ എന്ന് പറയുക. റെഡി? ഗ്യാസ് കത്താൻ എന്താണ്? ഗ്യാസ് സിലിണ്ടറിലെ LPG അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഊതും. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കത്തണമെങ്കിൽ നമ്മൾ കാറ്റ് വരാൻ പാടില്ല അല്ലേ. കാറ്റ് ഇങ്ങനെ നല്ലത് വന്നാൽ കത്തുമോ? എന്തെങ്കിലും കത്തുമോ? ഇല്ല. ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കത്തണമെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ആരുണ്ടാവണം? ഓക്സിജൻ വേണം. നമ്മളെ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ തീ കത്തുള്ളൂ. അപ്പോൾ ഓക്സിജൻ കത്താൻ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എഴുതാൻ പറഞ്ഞാൽ ഏതെഴുതും? ഇത് എഴുതിക്കോളുക. അതായത് നമ്മൾ കത്തിക്കുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ചതിനെ നന്നായിട്ട് ഊതി കൊടുക്കുക. നമ്മൾ ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് ആ തീ നന്നായിട്ട് കത്തും അല്ലേ. കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് എഴുതാം. ഒന്നാമത്തെ മെഴുകുതിരിയിൽ എന്തില്ല? ഗ്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ വായു കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട്. രണ്ടാമത്തെ മെഴുകുതിരിയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വായു കിട്ടുന്നില്ല, മെഴുകുതിരിയും കത്തുന്നില്ല. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജൻ്റെ ആയിട്ട് എഴുതാം. ഇനി നമ്മൾ അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്യൂവൽസിനെ പറ്റി പഠിച്ചു. മണ്ണെണ്ണ, LPG അല്ലെങ്കിൽ വിറക്, ഇതൊക്കെ ഫ്യൂവൽസിൽ ഇന്ധനങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ പെട്രോൾ ഡീസലൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? ഇത് നമ്മൾ വാഹനങ്ങളിലെ ഫ്യൂവൽ
ഫ്യൂവൽസ് ആണ് അല്ലേ. പിന്നെ നിങ്ങളൊരു കേൾക്കാതൊരു വേർഡായിരിക്കും ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രൂഡ് ഓയിൽ അതായത് ഈ പെട്രോളും ഡീസലും എവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ? അത് ക്രൂഡ് ഓയിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പെട്രോളും ഡീസലും ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ക്രൂഡ് ഓയിൽ നിന്ന്. ഇനി ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയോ? ഭൂമിയുടെ അടിയിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ എന്താണ് ജൈവ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളൊക്കെ പോയി പോകുമ്പോൾ നമ്മൾ മണ്ണിലേക്കല്ലേ വീഴുക, അത് മണ്ണിലേക്ക് തന്നെ അലിഞ്ഞ് ചേരൂലേ. അപ്പം അങ്ങനെ കുറേ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ. കൽക്കരിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? കൽക്കരി, ക്രൂഡ് ഓയിലൊക്കെ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമ്മൾ പെട്രോളും ഡീസലും ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്രൂഡ് ഓയിൽ നിന്നാണ് എന്തുണ്ടാക്കിയെടുക്കുന്നത്? പെട്രോളും ഡീസലും ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റീമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ദ സ്റ്റോക്ക് ഡിക്രീസസ് ആൻഡ് ഇവൻച്വലി റൺസ് ഔട്ട് ബൈ കൺസംപ്ഷൻ. ദീസ് ആർ റിഫേർഡ് ടു ആസ് നോൺ റിന്യൂവബിൾ എനർജി. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് തന്നെയാണെങ്കിൽ, അതായത് ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ ഉണ്ടാകുന്നില്ലേ, അതൊക്കെ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള എനർജീനെയാണ് നോൺ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ് എന്ന് പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് ഉണ്ട്, അതായത് റിന്യൂവബിൾ എനർജി ഉണ്ട്. അതിൽ പെടുന്ന ഒരാളാണ് നമ്മളെ സണ്ണ്. ഈ സണ്ണിൻ്റെ വെളിച്ചൊക്കെ ഒരു എനർജി ആയിട്ട്, സണ്ണിൻ്റെ വെളിച്ചമൊക്കെ ഒരു ഇന്ധനമായിട്ട് അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് നമുക്ക് യൂസ് ചെയ്തൂടെ? ഇപ്പം നിങ്ങൾ സോളാർ ഹീറ്ററൊക്കെ കാണുന്നില്ലേ, അതിൽ സണ്ണ് തന്നെ വേണം. അവിടെ പെട്രോളോ ഡീസലോ ക്രൂഡ് ഓയിലോ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം സണ്ണ് എന്താണ്? സണ്ണിന്ന് കിട്ടുന്ന ലൈറ്റും എന്താണ്? ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനർജി തന്നെയാണ്, അല്ലെങ്കിൽ ഫ്യൂവൽ തന്നെയാണ് അല്ലേ. അപ്പം ഈ സണ്ണിൻ്റെ വെളിച്ചമൊന്നും ഒരിക്കലും തീരാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം വരാനോ പോകുന്നില്ല. അപ്പം അത്തരത്തിലല്ലേ, അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജീനാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ എന്താ പറയുക, പുതുക്കാൻ കഴിയുന്ന എനർജി എന്ന് പറയുക. പുതുക്കാൻ കഴിയാത്ത എനർജിയിൽ പെടുന്ന ആൾക്കാരാണ് പെട്രോള്, ഡീസൽ അല്ലെ, ക്രൂഡ് ഓയിൽ. ഇതൊക്കെ എന്താണ്? തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് ഈ നമുക്ക് വെള്ളത്തിൽ നിന്ന് നമുക്ക് കറണ്ട് ഉണ്ടാക്കിയെടുക്കാനാവും എന്നുള്ളൊരു ബേസിക് നോളജ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഷഫിൾ ചെയ്തിട്ടിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഒന്നുമില്ല, നിങ്ങൾക്ക് ഡാം അറിയില്ലേ, വെള്ളം നമ്മളിങ്ങനെ കെട്ടി നിർത്തും അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം കെട്ടി നിർത്തുന്ന സമയത്ത് കുറേ സമയം കെട്ടി നിർത്തിയിട്ട് അവരെന്ത് ചെയ്യും? ആ ഡാം അങ്ങ് ഓപ്പൺ ആവും. ഡാം ഓപ്പൺ ആവുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴുകാൻ വേണ്ടി തുടങ്ങും അല്ലേ. ഒഴുകുന്ന സമയത്ത് ഒരു ടെർബൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന സാധനം കേട്ടോ. ഈ ഒരു സർക്കിൾ രൂപത്തിൽ ഇങ്ങനെ കറങ്ങും. ടെർബൈൻ ഇങ്ങനെ ഇവർ കറക്കും. ടെർബൈൻ ഇങ്ങനെ കറക്കുന്ന സമയത്ത് അവിടെ ഒരു ജനറേറ്റർ പ്രവർത്തിക്കും. ടെർബൈൻ കറക്കുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നു, കറണ്ട് ഉണ്ടാവുന്നു. വെള്ളം നമ്മൾ തുറന്നു വിടുന്നു, ടെർബൈൻ കറക്കുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നു, കറണ്ട് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതെ, വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കാറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വിൻഡ് മില്ല് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇത് കാറ്റാടി യന്ത്രങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. ഒന്നുമില്ല, കാറ്റാടി യന്ത്രങ്ങളുടെ ബ്ലേഡ് ഇങ്ങനെ കറക്കുന്നു, കറങ്ങുന്ന സമയത്ത് ടെർബൈൻ കറങ്ങുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നു, കറണ്ട് ഉണ്ടാവുന്നു. കറങ്ങുന്ന സമയത്ത് ടെർബൈൻ കറങ്ങുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നു, എന്തുണ്ടാവുന്നു? കറണ്ട് ഉണ്ടാവുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് സണ്ണിൽ നിന്ന് എങ്ങനെ എനർജി കിട്ടുന്നു? യെസ്, ഡയറക്റ്റായിട്ട് നമുക്ക് സണ്ണിൻ്റെ എനർജി സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ധനങ്ങൾ യൂസ്, അതായത് ഇപ്പോൾ പെട്രോൾ ഡീസൽ വേണ്ടാത്ത ഒരാളുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങൾ. ഇവിടെ ഏതാണ് ഇന്ധനം, ഏതാണ് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത്? യെസ്, ഇവിടെ ഇലക്ട്രിസിറ്റിയാണ് അല്ലെങ്കിൽ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് ഇതാ, പ്രകൃതിക്ക് ഏറ്റവും നല്ലത്, നമുക്ക് ഏറ്റവും നല്ലത് ഇതല്ലേ. ഇതിപ്പോൾ ബൈക്ക് മാത്രമല്ല, നമുക്ക് കാറും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എനർജിയാണ് എനർജിക്ക് നമുക്ക് ഇന്ധനത്തിന് എന്താ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കൊച്ചിൻ എയർപോർട്ടിനെ പറ്റി അറിയായിരിക്കും. മൊത്തം സോളാർ പാനലാണ്, അതായത് സണ്ണിൻ്റെ ഊർജ്ജത്തിൽ നിന്നാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ബയോഗ്യാസ് അറിയായിരിക്കില്ലേ, അതായത് ഇവിടെ നമ്മൾ വേസ്റ്റ് ഇടുന്നു അല്ലേ, നമ്മൾ വീട്ടിലെ വേസ്റ്റൊക്കെ ഇടുന്നു, അതെന്ത് ചെയ്യുന്നു? അവർ സയൻറ്റിഫിക് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ചൂടാറുപെട്ടി അല്ലെങ്കിൽ ഹോട്ട് ബോക്സ്. ഇപ്പം നമുക്ക് വെന്ത സാധനങ്ങളൊക്കെ ചൂടോടെ വെക്കണമെങ്കിൽ ആ ഒരു ചൂടാറുപെട്ടിയിൽ
കയ്യിൽ തന്നെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ പകുതി വന്നതായാലും നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂട് കൊണ്ട് ആ ഒരു ഭക്ഷണം ഫുള്ളായിട്ട് വെന്ത് കിട്ടും അല്ലേ. ഇതാണ് ഹോട്ട് ബോക്സ്. ഇതാണ് നമ്മൾ എനർജി കൺവേർഷനിൽ പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നോട്ട്സ് എടുക്കുക, പഠിക്കുക. വൈവ ക്വസ്റ്റ്യൻസ് എല്ലാം തിയറിയാണ്. നോട്ട്സ് വേണമെങ്കിൽ എവിടെ വരണം? വാട്സാപ്പ് ചാനൽ തന്നെ വരേണ്ട ആവശ്യമുണ്ട്. ക്ലിയർ റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തോളാം, നന്നായിട്ട് പഠിച്ചോളാം. കമൻറ്റ് ബോക്സിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് തംസ് അപ്പ് തരണം. അപ്പോഴും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം മിസ്സിന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. മിസ് നാളെ എന്ത് ചെയ്യും? നാളെ വേറൊരു ചാപ്റ്ററായിട്ട് മിസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.